ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കാത്തിരിപ്പുകൾക്കൊടുവിൽ അർജന്റീനയുടെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരൽപ്പം മുൻപാണ് പരിശീലകനായ സ്കലോണി വേൾഡ് കപ്പ് സ്ക്വാഡ് പുറത്തുവിട്ടത്. ആദ്യം നമുക്ക് സ്ക്വാഡ് ഒന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ്, യുവാൻ മുസ്സോ, ജെറോണിമോ റുള്ളി എന്നിവരാണ് വരുന്നത്. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നൊഹുവേൽ മൊളീന, ഗോൺസാലോ മോണ്ടിയൽ, ക്രിസ്ത്യൻ റൊമേറോ, ലിയനാർഡോ ബാലർഡി, ലിസാൻഡ്രോ മാർട്ടിനസ്, നിക്കോളാസ് ഓട്ടമൻഡി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ഫക്കുണ്ടോ മെഡീന എന്നിവരാണ് ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലിയാൻഡ്രോ പരേഡസ്, ജിയോവാനി ലോ ചെൽസോ, റോഡ്രിഗോ ഡി പോൾ, തിയാഗോ അൽമേഡ, എക്സ്കിയൽ പലാസിയോസ്, നിക്കോളാസ് ഗോൺസാലസ്, നിക്കോ പാസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, വാലന്റൈൻ ബാർക്കോ എന്നിവരാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹൂലിയൻ ആൽവറസ്, ലയണൽ മെസ്സി, ലൗത്രോ മാർട്ടിനസ്, ഹൊസെ മാനുവൽ ലോപ്പസ് അഥവാ ഫ്ലാക്കോ ലോപ്പസ്, ജൂലിയാനോ സിമിയോണി. ഇങ്ങനെയാണ് അർജന്റീനയുടെ വേൾഡ് കപ്പിനുള്ള ഒരു സ്ക്വാഡ്. ശക്തമായ ഒരു നിരയെ തന്നെയാണ് സ്കലോണി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. സൂപ്പർ താരങ്ങളെയെല്ലാം അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾക്ക് സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട താരം മാർക്കോസ് അക്യൂഞ്ഞയാണ്. അക്യൂഞ്ഞയ്ക്ക് ഈ ഒരു ടീമിലുള്ള സ്ഥാനം നഷ്ടമായി. ആ സ്ഥാനം സ്വന്തമാക്കിയത് ഫക്കുണ്ടോ മെഡീനയാണ്. അതുപോലെ തന്നെ മാർക്കോസ് സനസി ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. അർജന്റീനയുടെ സെന്റർ ബാക്ക് ആണ് സനസി, അദ്ദേഹത്തിന് ഇടം ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റിയാസ് സുലെ, എമിലിയാനോ ബൂണ്ടിയ, ഈ രണ്ട് താരങ്ങൾക്കും ഇടം ലഭിച്ചിട്ടില്ല. ഇവരൊക്കെ അർജന്റീന സ്ക്വാഡിൽ നിന്നും പുറത്തായ താരങ്ങളാണ്. ഏറ്റവും ഒടുവിൽ സ്കലോണിക്ക് ഒരു സംശയമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 9ാമത്തെ ഡിഫൻഡറെ എടുക്കണോ അതല്ലെങ്കിൽ 3ാമത്തെ സ്ട്രൈക്കറെ എടുക്കണോ എന്ന കാര്യത്തിലായിരുന്നു സംശയങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ സ്ട്രൈക്കറെ എടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഫ്ലാക്കോ ലോപ്പസിന് സ്ഥാനം ലഭിച്ചത്. അതേസമയം 9ാമത്തെ സ്ട്രൈക്കറായ മാർക്കോസ് സനസിക്ക് തന്റെ സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു. അങ്ങനെയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. മാർക്കോസ് അക്യൂഞ്ഞയുടെ സ്ഥാനത്ത് ഫക്കുണ്ടോ മെഡീന വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.